ഓക്കെ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇന്നിപ്പോൾ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കെ അതിൻ്റെ ഗൂഢാലോചനയിൽ അതിൽ ആർക്കൊക്കെ പങ്ക് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കാനിരിക്കെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ഇതിൽ മുൻ DGP കൂടിയായ ശ്രീ TP സെൻകുമാറിൻ്റെ പ്രതികരണം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ കിട്ടിയിട്ടുണ്ട്. ശ്രീ TP സെൻകുമാർ, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ രണ്ടാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ ഇരിക്കുകയാണ്. കഴിഞ്ഞ തവണ തന്നെ വളരെ കൃത്യമായി ഹൈക്കോടതി പറഞ്ഞിരുന്നു ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ പാളിയിലായാലും കട്ടളയിലായാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏത് രീതിയിലുള്ള കവർച്ച നടന്നിട്ടുണ്ടോ ഇതിലെല്ലാം വ്യക്തമായ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഒരുപക്ഷെ അതിനെ സാധൂകരിക്കുന്ന ഒരു റിപ്പോർട്ടുകളും അന്വേഷണവും ഒക്കെയാണ് ഈ കഴിഞ്ഞ 2 ആഴ്ചയും നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെ ഇതിൽ ഈ വാസു അടക്കമുള്ളവരെ കൂടുതൽ പേരുടെ പങ്ക് പ്രതിപട്ടികയിലടക്കം ഉണ്ട്. കൂടുതൽ പേരുടെ പങ്ക് പുറത്തുവരുന്ന ഒരു സാഹചര്യം. അത് തീർച്ചയായിട്ടും സമഗ്രമായിട്ടൊരു അന്വേഷണമാണ് അവിടെ നടക്കേണ്ടത്. നമ്മള് ഇപ്പൊ കാണുന്നത്, ഇപ്പൊ നടക്കുന്ന അന്വേഷണത്തിൽ സ്വർണ്ണപ്പാളികളെ പറ്റി മാത്രമാണ് അന്വേഷണം നടക്കുന്നത്. അതിലുള്ള ഗൂഢാലോചനയും അത് മാത്രമല്ലാതെ ഏതെല്ലാം തലങ്ങളിൽ എത്രയെല്ലാം വർഷങ്ങളിൽ പിന്നെ അതിന് പുറകിലുള്ള ആൾക്കാർ, കാരണം ഇതൊന്നും ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ധൈര്യപൂർവ്വം ചെയ്യാനായിട്ട് സാധിക്കില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മുകളിൽ നിന്നുള്ള സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് ആർക്കും ചെയ്യാൻ സാധ്യമാവില്ല. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഗൂഢാലോചന എങ്ങനെ വന്നിരിക്കുന്നു എന്നാണ് തെളിയിക്കേണ്ടത്. ഈ സ്വർണ്ണപ്പാളികളുടെ കാര്യത്തിൽ ഉള്ള കാര്യം പക്ഷെ ഞാൻ ആവശ്യപ്പെടുന്നത് അതേക്കാളും കൂടുതൽ സമഗ്രമായിട്ട് അവിടെ വാങ്ങിക്കുന്ന വസ്തുക്കളുടെ, ഇപ്പൊ പലപ്പോഴും നമ്മൾ ക്ഷേത്രങ്ങളിൽ കാണുന്ന ഒരു വലിയ അവസ്ഥ എന്താണെന്ന് വെച്ചാല്, ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാർക്ക് എല്ലാവർക്കും ബ്രീത്തിങ് ട്രബിളും അതുപോലെയുള്ള ശ്വാസകോശ രോഗങ്ങളും വളരെയധികം വരികയാണ്. ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാല് ഹൈഡ്രോ കാർബൺസിന്റെ ബേണിംഗ് ആണ്. അപ്പൊ ഹൈഡ്രോ കാർബൺസ് ആയിട്ടുള്ള നല്ല എണ്ണ വളരെ മോശം വിലയ്ക്കുള്ള എണ്ണ വാങ്ങിക്കുകയും അതുപോലെ നെയ്യ് വളരെ മോശമുള്ള നെയ്യ് വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അത് കത്തുന്ന തിരികളിൽ നിന്നുണ്ടാകുന്ന ഈ കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും ഒക്കെ ശ്വസിച്ചാണ് ഇവർക്ക് പലർക്കും ശ്വാസകോശത്തിൽ അർബുദം തന്നെ വന്നു പോകുന്നത്. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങൾ ശബരിമലയിലും വളരെ മോശമായിട്ട് രീതിയിൽ അരവണ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ കുറെ അധികം കേസുകൾ, അതായത് മറ്റു കോടിക്കണക്കിന് രൂപയുടെ കാര്യങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് തന്നെ അന്വേഷിക്കണം. കാരണം അതെല്ലാം നടക്കുന്നത് ദേവസ്വം ബോർഡിന്റെ തീർച്ചയായും ശ്രീ TP സെൻകുമാർ, ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ഒരു ശുദ്ധി കലശം നമുക്ക് ശബരിമലയിൽ, ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് ഭക്തർ അങ്ങേയറ്റം വിശ്വാസത്തോടു കൂടി എത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. വലിയ രീതിയിലുള്ള ഒരു ശുദ്ധി കലശം ഒരുപക്ഷെ അവിടുത്തെ എല്ലാ മേഖലകളിലും എല്ലാ കോർണറിലും അത് ചെന്ന് എത്തേണ്ടത് ആവശ്യവുമാണ്. നമ്മൾ ഈ ഒരു കവർച്ച കേസ് പുറത്തു വന്നപ്പോൾ ആദ്യം തന്നെ നമുക്കുണ്ടായ ഒരു വലിയൊരു സംശയവും ഒരു ആശങ്കയും ഒക്കെ, എങ്ങനെ ഈ സ്വർണം ചെമ്പായി മാറി, എങ്ങനെയാണ് അതിൻ്റെ മാജിക് എന്നാണ്. ഇപ്പോൾ ആ മാജിക്കിൻ്റെ പിന്നിലെ ആ മജീഷ്യൻ N വാസു ആണ് എന്ന തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. ആ തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ SIT സംഘം ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് എന്നും ഞാൻ മനസ്സിലാക്കുകയാണ്. ഇദ്ദേഹമാണ് ഈ സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയത് എന്നാണ്. കൂടുതൽ പേരിലേക്ക്, കൂടുതൽ മുൻ ദേവസ്വം ഉദ്യോഗസ്ഥരടക്കം കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം നീങ്ങുകയില്ല. ഇപ്പോൾ ഈ പിടിയിലായിരിക്കുന്ന അടക്കം ഈ കണ്ണിയിലെ ഏറ്റവും ചെറിയ ചെറിയ മീനുകൾ മാത്രമല്ലേ? തീർച്ചയായിട്ടും N വാസു അങ്ങനെ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് മുകളിൽ നിന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരിക്കണം. അതല്ലാതെ അങ്ങനെ ഒരു സാധനം ചെയ്യാനായിട്ട് N വാസു കമ്മീഷണർ ആയിരിക്കുമ്പോഴോ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴോ തയ്യാറാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അത് ഇന്ന രീതിയിൽ ചെയ്യാം എന്ന് അതിന് മുകളിൽ നിന്ന് നിർദ്ദേശം കിട്ടിയതിനു ശേഷം മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ ഗൂഢാലോചനയുടെ കണ്ണികൾ മുകളിലേക്ക് വന്നേ പറ്റൂ. കാരണം അങ്ങനെ ആ രീതിയിൽ മാത്രമേ അവിടെയുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യാനും ഇത്രയും വർഷങ്ങൾ ഇത് ഒതുക്കി വെക്കുവാനും സാധിച്ചത്. 2019 നടന്ന കാര്യങ്ങൾ 2025 മാത്രം പുറത്തു വന്നതിന്റെ രഹസ്യങ്ങളും അത് തന്നെയാണ്. അപ്പൊ അവിടെ മറ്റു ആൾക്കാർ, ഇതറിയുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഇത്ര നാൾ ഇത് പുറത്തു പറഞ്ഞില്ല? ഇതറിയുന്ന പല വ്യക്തികളും ഉണ്ടായിട്ടും, അമ്പലത്തെ സംബന്ധിച്ച് അതിന്റെ പിതൃത്വം പേറുന്ന ആൾക്കാർ വരെ ഉണ്ടായിട്ടും അവർക്കെല്ലാം അറിയാമായിരുന്നു ഇത്തരം മാറ്റങ്ങൾ വന്നു എന്ന്. എന്തുകൊണ്ട് അവര് ഈ ഡിവോട്ടീസിനോട്, ഭക്തരോട്
ജനങ്ങളോട് പറഞ്ഞില്ല അതാ ഇതുപോലെ സംഭവിച്ചിരിക്കുന്നു എന്ന്. അപ്പൊ വളരെ ശക്തമായിട്ട് ഇതിനെ പിന്തുണയ്ക്കുന്ന ഒരു പ്രസ്ഥാനം അതിലുണ്ടായിരുന്നു, ഒരു ശക്തി അതിലുണ്ടായിരുന്നു. അവരെ കൂടി വെളിച്ചത്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഇതില് ശരിയായ അന്വേഷണം നടക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ നാഗേഷ് കൽപിഷ് അടക്കമുള്ളവർ പ്രധാന കണ്ണികളെല്ലാം ഇനിയും സംസ്ഥാനത്തിന് പുറത്താണ്. അന്വേഷണ സംഘത്തിന്റെ കരവലയത്തിൽ ഇവരൊക്കെ ഒതുങ്ങുമോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. കാണെ കൺമുന്നിൽ വെച്ച് ഇത്രയും വലിയൊരു സ്വർണ്ണക്കൊള്ള നടത്തിയതാണ്. അതിൽ കൃത്യമായ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കൃത്യമായ അന്വേഷണം പുരോഗമിക്കുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. നന്ദി ശ്രീ ടി പി സെൻകുമാർ.